ഗൈസ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് എൻ്റെ ഒരു ബിസി ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ ആദ്യം തന്നെ രാവിലെ നീച്ചു ബ്രഷൊക്കെ ചെയ്തു. പിന്നെ അവിടെ വർക്ക് സ്പേസൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. അങ്ങനെ എൻ്റെ ചെറിയൊരു ബിസി ആയിട്ടുള്ളൊരു ഡേ ആണ് ഇന്നത്തെ സ്റ്റാർട്ടിങ് തന്നെ. പിന്നൊന്ന് ബ്രേക്ക്ഫാസ്റ്റിനായി ദോശയും പിന്നെ ഞങ്ങൾ ഉണ്ടാക്കുന്ന കാരമൽ ബ്രെഡ് പുഡിങ്ങാണ്. ഇതിൻ്റെ റെസിപ്പി ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നല്ല മീൻ കറിയും കൂട്ടി ചായയൊക്കെ കുടിച്ച് അങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഈ ദോശയ്ക്ക് മീൻ കറി എൻ്റെ ഫേവറേറ്റാണ്. അപ്പോൾ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് പിന്നെ കിച്ചണിൽ പോയപ്പോൾ പാത്രങ്ങളൊക്കെ പരന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ കുറേ ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. അവിടെയും ഇവിടെയൊക്കെ പാത്രങ്ങളും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ പരന്നെടുക്കുന്നുണ്ട്. പിന്നെ അമ്മയ്ക്ക് ചോറ്റിനുള്ള വെള്ളമൊക്കെ തേമിട്ടിട്ടുണ്ട്. വെള്ളം തിളച്ചിട്ടൊന്നുമില്ല. അങ്ങനെ പിന്നെ ഇവിടെ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. പിന്നെ ഞാൻ പാത്രങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കൊടുത്ത് അവിടെയൊക്കെ ഒതുക്കിയൊക്കെ ഇട്ടുകൊടുത്ത് റാക്കൊക്കെ നന്നാക്കി. പിന്നെ ഇന്ന് മീൻ കിട്ടിയിട്ടുള്ളത് നല്ല അയലയും കുഞ്ഞമത്തിയാണ്. അപ്പോൾ ഇനി ഇവിടേക്ക് ഒന്ന് ക്ലീൻ ചെയ്തിടട്ടെ. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക. കൂടെ ആ ബെൽ ബട്ടൺ ഒന്ന് അമർത്തിയിട്ട് ഓളൊന്ന് പ്രസ് ചെയ്തിടുക. എങ്കിൽ ഞാൻ വരുന്ന വീഡിയോസൊക്കെ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരികയുള്ളൂ. പിന്നെ വെള്ളം കാഞ്ഞിട്ടുണ്ട്. അങ്ങനെ അരിയൊക്കെ വെച്ച് തീമിടുന്നുണ്ട്. ഇനി വെറൈറ്റി വീഡിയോ ഒക്കെ വരാനുണ്ട്. അങ്ങനെ പിന്നെ ലഞ്ചിൻ്റെ ടൈമായി. ചോറ്റക്ക് സ്പെഷ്യലായിട്ട് ചെറുപയർ കൂട്ടാനും മീൻ കറിയും അയില പൊരിച്ചതും അച്ചാറൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ചോറ് തിന്നു കഴിഞ്ഞാൽ നമുക്കൊരു മധുരം നിർബന്ധമാണല്ലോ. അങ്ങനെ ഉന്നക്കായാണ് മധുരം തിന്നണത്. അങ്ങനെ ഞങ്ങളിങ്ങനെ വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ അമ്മാൻ്റെ വീട്ടിൽ നിന്നിട്ട് അമ്മായിയാളും കുട്ടികളൊക്കെ ഇങ്ങനെ വരുന്നത്. അപ്പോൾ അവർ കുറേ മുട്ടായികളൊക്കെ കൊടുന്നിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞ് ലേസും അതും ഇതൊക്കെ തിന്ന് നല്ല രസമുണ്ടായിരുന്നു എല്ലാവരും കൂടി ഉണ്ടായപ്പോൾ. അപ്പോൾ അമ്മായിയാളും എല്ലാവരും ഉണ്ടായിരുന്നു, താത്താരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ചായ കുടിക്കുകയാണ്. ചായക്ക് സ്പെഷ്യലായിട്ടൊന്നുമില്ല. ഈ ബ്രെഡ് പുഡിങ് ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കട്ട് ചെയ്തിട്ട് എല്ലാവരും കഴിക്കുന്നുണ്ട്. എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ട് പുഡിങ്ങൊക്കെ. പിന്നെ ബേക്കറിയും ചായയൊക്കെ കുടിച്ച് അങ്ങനെ പിന്നെ അവർ പോയി. വൈകുന്നേരം പിന്നെ അവർ പോയി. അങ്ങനെ പിന്നെ രാത്രിയാണ്. അങ്ങനെ അലക്കാനൊക്കെ ഉണ്ടായിരുന്നു കുറേ. അങ്ങനെ പിന്നെ അലക്കലൊക്കെ കഴിഞ്ഞ് നമുക്ക് വേണ്ടി കുറച്ച് ടൈമൊക്കെ കണ്ടുപിടിക്കണം. അപ്പോൾ ഓരോ ദിവസം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ നാളേക്ക് എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് ആദ്യം ലിസ്റ്റ് ഇടൽ. അതുപോലെ ചെയ്തില്ലെങ്കിൽ അതിൻ്റെ ഏകദേശമൊക്കെ എത്തും. അപ്പോൾ നമുക്ക് വേണ്ടിയുള്ള കുറച്ച് ടൈം കണ്ടെക്കണം. അപ്പോൾ എനിക്ക് ഈ നൈറ്റിൽ ഇപ്പോൾ ഈ കുറച്ച് ടൈം കിട്ടിയപ്പോൾ ഒന്ന് എൻ്റെ മനസ്സ് റിലാക്സ് ചെയ്യാനും എല്ലാത്തിനും ഒരു ടൈമാണ്. അപ്പോൾ ഇവിടെ അങ്ങനെ ഇരുന്ന് നല്ല പീസ്ഫുള്ളാണ് ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ. പിന്നെ നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഓക്കെ, നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ.